ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ആദ്യം ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് എനിക്ക് നല്ല കമൻസുകളൊക്കെ അയച്ചു. അപ്പോൾ അത്രയും എനിക്ക് കമൻസൊക്കെ അയച്ച എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 91ാമത്തെ ഓസ്കാർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? ഓപ്ഷൻസ് പറയാം. എ ജെല്ലിക്കെട്ട്, ബി ഗള്ളി ബോയ്, സി വില്ലേജ് റോക്ക് സ്റ്റാർസ്, ഡി ലഞ്ച് ബോക്സ്. 91ാമത്തെ ഓസ്കാർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയ ആൻസർ. അപ്പോൾ ആൻസറിലേക്ക് ഞാൻ വരാം. അതെങ്ങനെ എത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. 91ാമത്തെ ഓസ്കർ അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ടത് 19 വർഷം ഏതാണ്? 2019 എന്ന് ആലോചിക്കാം. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? 91 തിരിച്ചിടുമ്പോൾ നമുക്ക് 19 കിട്ടില്ല. അപ്പോൾ 2019 കൊടുത്തിട്ടുള്ള ഓസ്കാർ അവാർഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടിയല്ലോ. ഇനി 9 ഓർക്കാൻ പറ്റുമ്പോൾ നമുക്ക് 9ൻ്റെ പോലെയല്ല ഏതാണ്ട് ജി ഇരിക്കുന്നത് അല്ലേ? 9ഉം ജിയും ഒരേപോലെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ജി കിട്ടും. അതായത് ഗ്രീൻ ബുക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി 91ാമത്തെ ഓസ്കർ അവാർഡ്സ്, അതായത് 2019 വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മികച്ച സംവിധായകൻ അൽഫോൺസോ ക്യുറോൺ ആണ്. മികച്ച നടൻ റാമി മലേക്. മികച്ച നടി ഒലീവിയ കോൾമാൻ. മികച്ച ചിത്രം ഗ്രീൻ ബുക്ക്. 2019 ഓസ്കാർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? വില്ലേജ് റോക്ക് സ്റ്റാർസ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. 2019 ഓസ്കാർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? വില്ലേജ് റോക്ക് സ്റ്റാർസ്. ഇതെല്ലാം എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് 91 കാണുമ്പോൾ നമുക്ക് 19 കിട്ടി. 9 കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ജി കിട്ടി. ജി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ ബുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഗ്രീൻ ബുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആലോചിക്കേണ്ടത് എല്ലാം ഗ്രീൻ കളറുള്ള സംഭവങ്ങളാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മികച്ച ചിത്രം നമുക്ക് കിട്ടി, ഗ്രീൻ ബുക്കാണ് അല്ലേ? ഇനി മികച്ച നടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒലീവ് ഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഒലീവിയ കോൾമാൻ ആണ് മികച്ച നടി. ഓർത്ത് വയ്ക്കുക, മികച്ച നടി ആരാണ്? ഒലീവിയ കോൾമാൻ. മികച്ച ചിത്രം ഗ്രീൻ ബുക്കാണ്. അതേപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാണ്? അൽഫോൺസ ക്യുറോൺ ആണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഖുറാനായിട്ട് ലിങ്ക് ചെയ്യാം കേട്ടോ. ഖുറാൻ്റെ കളർ ഗ്രീൻ കളറാണെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കൂടി ഒന്ന് ആലോചിക്കാം. പിന്നെയുള്ളത് മികച്ച നടൻ, അത് ഓർത്ത് വയ്ക്കുക, റാമി മലേക്കാണ്. മികച്ച നടൻ ആരാണ്? റാമി മലേക്കാണ്. 2019 ഓസ്കാർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? വില്ലേജ് റോക്ക് സ്റ്റാർസ്. ഏതാണ്? വില്ലേജ് റോക്ക് സ്റ്റാർസ് ആണ്. അപ്പോൾ ഒരു വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഗ്രീനറി അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറൊക്കെയല്ലേ നമ്മുടെ മൈൻഡിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി 91ാമത്തെ ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് 2019 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നമുക്ക് മാർക്ക് പോവില്ല. നെക്സ്റ്റ് നോക്കാം. ഓസ്കർ 2020 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു 91ാമത്തെ ഓസ്കർ അവാർഡ് കൊടുത്തിട്ടുള്ളത് 2019 അങ്ങനെയാണെങ്കിൽ 92ാമത്തെ ഓസ്കർ അവാർഡാണ് 2020 കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. മികച്ച ചിത്രം ഏതാണ്? പാരസൈറ്റ് ആണ്. പാരസൈറ്റ് ഒരു കൊറിയൻ മൂവിയാണ്. അതിൻ്റെ സംവിധായകൻ ആരാണ്? ബോൺ ജൂൺ ഹോ ആണ്. മികച്ച നടൻ ആരാണ്? വാക്വിൻ ഫിനിക്സ് ആണ്. മികച്ച നടൻ വാക്വിൻ ഫിനിക്സ്. മികച്ച നടി ആരാണ്? റെനി സെൽവെഗർ ആണ്. മികച്ച നടി റെനി സെൽവെഗർ. 92ാമത്തെ ഓസ്കറിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത സിനിമ ഏതാണ്? ഗള്ളി ബോയ് ആണ് കേട്ടോ. 92ാമത്തെ ഓസ്കാറിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത സിനിമ ഏതാണ്? ഗള്ളി ബോയ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓസ്കാർ 2020 എന്ന് പറയുമ്പോൾ കുറേ ഓ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബോൺ ജൂൺ ഹോ അങ്ങനെ ഒന്ന് ആലോചിക്കാം. ബോൺ ജൂൺ ഹോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം കണക്ട് ചെയ്യാലോ. മികച്ച ചിത്രം പാരസൈറ്റ്. മികച്ച നടൻ വാക്വിൻ ഫിനിക്സ് ആണ്. മികച്ച നടി റെനി സെൽവെഗർ. ഓർക്കാലോ? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടി ഒന്ന് കടക്കാം. 91ാമത്തെ ഓസ്കർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? നമ്മൾ പഠിച്ചു വില്ലേജ് റോക്ക് സ്റ്റാർസ് ആണ്. അതേപോലെ തന്നെ 93ാമത്തെ ഓസ്കർ, അതായത് 2021 ഓസ്കറിലേക്ക് എൻട്രി നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ്? ജെല്ലിക്കെട്ടാണ്. അപ്പോൾ അത് കൊടുത്തിട്ടില്ല, വരാൻ പോകുന്നുള്ളൂ. അതൊരു മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തത് 92ാമത്തെ ഓസ്കർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? ഗള്ളി ബോയ്. ഇത് നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരമാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2018 കിട്ടിയിട്ടുള്ളത് അമിതാവ് ഘോഷിനാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 2018 അമിതാവ് ഘോഷ്. എങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 നമ്മുടെ ഒരു മലയാളിക്കാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കതൊരു ആഘോഷമാക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 2018 ആഘോഷം, അതായത് അമിതാവ് ഘോഷ് കേട്ടോ. അങ്ങനെ ഓർക്കാം. നെക്സ്റ്റ് നോക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2018 കിട്ടിയിട്ടുള്ളത് അമിതാഭ് ബച്ചനാണ്. ആർക്കാണ്? അമിതാഭ് ബച്ചനാണ്. 2017 കിട്ടിയിട്ടുള്ളത് വിനോദ് ഖന്ന. തെറ്റിക്കരുത് കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2018 കിട്ടിയിട്ടുള്ളത് അമിതാഭ് ബച്ചനും 2017 കിട്ടിയിട്ടുള്ളത് വിനോദ് ഖന്ന. അടുത്ത് നോക്കാം. സരസ്വതി സമ്മാനാണ്. സരസ്വതി സമ്മാൻ 2019 കിട്ടിയിട്ടുള്ളത് വസുദേവ് മോഹിക്കാണ്. അതുപോലെ തന്നെ 2018 കിട്ടിയിട്ടുള്ളത് ശിവ റെഡ്ഡിക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരസ്വതി എന്ന് പറയുമ്പോൾ ഒരു ദൈവം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ 2019 കിട്ടിയിട്ടുള്ളത് ഒരു ദൈവം കേട്ടോ, വസുദേവ് ആണ് കേട്ടോ. വസുദേവ് മോഹിക്കാണ് 2019 കിട്ടിയിട്ടുള്ളത്. 2018 കിട്ടിയിട്ടുള്ളത് ശിവ റെഡ്ഡിക്കാണ്. ശിവൻ എന്ന് പറയുന്നതും ദൈവമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. സരസ്വതി സമ്മാൻ 2019 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വസുദേവ് മോഹി. 2018 കിട്ടിയിട്ടുള്ളത് ശിവ റെഡ്ഡി.
നെക്സ്റ്റ് നോക്കാം, മൂർത്തി ദേവി അവാർഡാണ് 2019 കിട്ടിയിട്ടുള്ളത് വിശ്വനാഥ് പ്രസാദ് തിവാരി. ആർക്കാണ്? വിശ്വനാഥ് പ്രസാദ് തിവാരി. അപ്പോൾ ഒരു മൂർത്തിനൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് തിവാരിയൊക്കെ ഇടാറുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. മൂർത്തി ദേവി അവാർഡ് 2019 വിശ്വനാഥ് പ്രസാദ് തിവാരി, ഓർക്കാലോ. അടുത്തത് നോക്കാം, വ്യാസ സമ്മാനാണ്. വ്യാസ സമ്മാൻ 2019 കിട്ടിയിട്ടുള്ളത് നസീറ ശർമ്മ, 2018 കിട്ടിയിട്ടുള്ളത് ലീലാധർ ജാഗൂതി. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. വ്യാസ സമ്മാൻ 2019 നസീറ ശർമ്മ, 2018 ലീലാധർ ജാഗൂതി. ഇനി നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2019 നോക്കാം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരാണ്? വി മധുസൂദനൻ നായരാണ്. കൃതി ഏതാണ്? അച്ഛൻ പിറന്ന വീടാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവായ മലയാള ചെറുകഥാകൃത്താരാണ്? അനുജ അകത്തൂട്ട്. കവിത ഏതാണ്? അമ്മ ഉറങ്ങുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ, യുവ പുരസ്കാര ജേതാവല്ലേ, അപ്പോൾ യുവ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനുജന എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. യുവ പുരസ്കാര ജേതാവ് ആരാണ്? അനുജ അകത്തൂട്ട്. ഓക്കെ, അനുജൻ അകത്ത് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അമ്മ ഉറങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ കവിതയും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇനി 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ബാലസാഹിത്യം, ബാലൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ണി ആലോചിക്കാമല്ലോ, മലയത്ത് അപ്പുണ്ണിയാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? മലയത്ത് അപ്പുണ്ണി. അപ്പോൾ നമ്മുടെ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ ആരൊക്കെയുണ്ട്? അച്ഛനും പിന്നെ അമ്മയുണ്ട്, അതുപോലെ തന്നെ ഒരു ഉണ്ണിയുണ്ട്. അങ്ങനെയൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു പോയിന്റും കൂടിയുണ്ട്, അതായത് 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരാണ്? ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് കേട്ടോ. ആരാണ്? ശശി തരൂരാണ്. നോവൽ ഏതാണ്? ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. അടുത്ത് നോക്കാം, 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് എസ് രമേശൻ നായർക്കാണ്. കൃതി എന്ന് പറയുന്നത് ഗുരു പൗർണമിയാണ്. ഓർത്ത് വയ്ക്കുക, 2018 എസ് രമേശൻ നായർ. കൃതി ഏതാണ്? ഗുരു പൗർണമി. ബാലസാഹിത്യം കിട്ടിയിട്ടുള്ളത് പി കെ ഗോപിക്കാണ് കേട്ടോ. ബാലസാഹിത്യം പി കെ ഗോപി. നമുക്കറിയാം, ഒരു ബാലൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗോപിയൊക്കെ നമ്മൾ തൊട്ട് കൊടുക്കാറുണ്ട്. ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. ബാലസാഹിത്യം പി കെ ഗോപി. യുവ പുരസ്കാരം ആർക്കാണ്? അമലാണ്. അപ്പോൾ യുവാവ്, ഒരു യുവാവിനൊക്കെ ഇടുന്ന ഒരു പേര് പോലെയല്ലേ അമലൊക്കെ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. യുവ പുരസ്കാരം അമൽ. 2019 2018 തിരിഞ്ഞു പോരുത്. 2019 അച്ഛൻ, അമ്മ, അനുജൻ അതൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ, ബാക്കിയുള്ളത് 2018 കേട്ടോ. അടുത്ത് നമുക്ക് ബ്യൂട്ടി പെജൻസ് നോക്കാം. 2019 മിസ് യൂണിവേഴ്സ് സോസിബിനി തുൻസിയാണ്. സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിലെയാണ്. അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യാം. മിസ് യൂണിവേഴ്സിൽ അപ്പോൾ യൂണി ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ സോസിബിനി ടുൻസിനകത്തും ഒരു യൂണി ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അത് കിട്ടി. മിസ് വേൾഡ് ടോണി ആൻഡ് സിംഗ് ആണ്. ഓർത്ത് വയ്ക്കുക, മിസ് വേൾഡ് ടോണി ആൻഡ് സിംഗ്, ജമൈക്ക. 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് സുമൻ റാവു ആണ് കേട്ടോ, നമ്മുടെ ഇന്ത്യക്കാരിയാണ്. 3ാം സ്ഥാനം സുമൻ റാവു, ഇന്ത്യ. മിസ് എർത്ത് എന്ന് പറയുന്നത് നെല്ലീസ് പിമെൻ്റൽ ആണ്. ഓക്കെ, മിസ് എർത്ത് നെല്ലീസ് പിമെൻ്റൽ. അപ്പോൾ നമ്മുടെ എർത്തിൽ കുറേ നെല്ലൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും കിട്ടിയല്ലോ. അടുത്ത് നമുക്ക് ബുക്കർ പ്രൈസ് 2020 നോക്കാം. ബുക്കർ പ്രൈസ് 2020 കിട്ടിയിട്ടുള്ളത് ഡോഗ്ലാസ് സ്റ്റുവാർട്ടിനാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഡോഗ്ലാസ് സ്റ്റുവാർട്ടിനാണ്. നോവൽ ഏതാണ്? ഷഗി ബെയിൻ ആണ്. ഏതാണ് നോവൽ? ഷഗി ബെയിൻ. ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതായത് ബുക്കൊക്കെ ഒരുപാട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഗ്ലാസ് വെക്കേണ്ട രീതിയിലാവും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഗ്ലാസ് കേട്ടോ, ഡോഗ്ലാസ് സ്റ്റുവാർട്ട്. ഓക്കെ, ഇനി ഗ്ലാസിൻ്റെ ഷേപ്പ് എന്താ? 2 0 അല്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് 2020 ആയിട്ട് കണക്ട് ചെയ്യാം. നോവൽ ഏതാണ്? ഷഗി ബെയിൻ. അപ്പോൾ ബുക്കർ പ്രൈസ് 2020 ഡഗ്ലാസ് സ്റ്റുവാർട്ട്, നോവൽ ഷഗി ബെയിൻ. അടുത്ത് നമുക്ക് ബുക്കർ പ്രൈസ് 2019 നോക്കാം. 2019 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? മാർഗരറ്റ് അറ്റ്വുഡിനും അതുപോലെ തന്നെ ബെർണഡൈൻ എവറസ്റ്റോ. ആരൊക്കെയാണ്? മാർഗരറ്റ് അറ്റ്വുഡും ബെർണഡൈൻ എവറസ്റ്റോ. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ. എവറസ്റ്റ് കയറാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി കേട്ടോ. എവറസ്റ്റ് കയറാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ? അപ്പോൾ എവറസ്റ്റോ കിട്ടിയല്ലോ, ബെർണഡൈൻ എവറസ്റ്റോ കിട്ടി. അതുപോലെ തന്നെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ? അപ്പോൾ മാർഗരറ്റ് അറ്റ്വുഡും കിട്ടി. ഓക്കെ, ഇനി എവറസ്റ്റ് കയറുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണാണെന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ഗേൾ, വിമൻ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ആലോചിക്കാം. അതേപോലെ തന്നെ കയറാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഒരു ബുക്കാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബുക്ക് പ്രൈസും നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര ആലോചിക്കാമല്ലോ. ബുക്കർ പ്രൈസ് 2019 മാർഗരറ്റ് അറ്റ്വുഡും ബെർണഡൈൻ എവറസ്റ്റോ. നെക്സ്റ്റ് നോക്കാം, ഗോൾഡൻ മാൻ ബുക്കർ പ്രൈസ് ആണ്. ഗോൾഡൻ മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ആർക്കാണ്? മൈക്കിൾ ഒണ്ടാഡ്ജയ്ക്കാണ്. ഏത് നോവലാണ്? ദ ഇംഗ്ലീഷ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ഈ ഗോൾഡൻ മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗോൾഡ് ആലോചിക്കാം അല്ലേ. ഗോൾഡ് എപ്പോഴും ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ മൈക്കിൾ ഒണ്ടാജെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഒണ്ടാജെ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഗോൾഡ് ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളൊരു പേഷ്യൻ്റ് പോലെ ആയി എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ മൈക്കിൾ ഒണ്ടാഡ്ജെ, നമ്മുടെ നോവൽ ഏതാണ്? ദ ഇംഗ്ലീഷ് പേഷ്യൻ്റ്. തെറ്റിക്കില്ലല്ലോ. ഗോൾഡൻ മാൻ ബുക്കർ പ്രൈസ്, മൈക്കിൾ ഒണ്ടാഡ്ജെ, ദ ഇംഗ്ലീഷ് പേഷ്യൻ്റ് ആണ്.
നെക്സ്റ്റ് നോക്കാം. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2020 കിട്ടിയിട്ടുള്ളത് മാരിക് ലൂക്കാസ് റിജൻവെൽഡനാണ്. ആർക്കാണ്? മാരിക് ലൂക്കാസ് റിജൻവെൽഡനാണ്. നോവൽ എന്ന് പറയുന്നത് ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് ആണ്. വിവർത്തക മൈക്കിൾ ഹച്ചിസൺ. അപ്പോൾ ബുക്കർ പ്രൈസും ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കർ പ്രൈസിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമാണ് അലൗഡ്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വിവർത്തക എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2020 മാരിയാക് ലൂക്കാസ് റിജൻവെൽഡും നോവൽ ഏതാണ്? ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, ഇൻ്റർനാഷണൽ അല്ലേ, അപ്പോൾ പല ലാംഗ്വേജ് വരും. അപ്പോൾ നമുക്ക് ഇത്തിരി ഡിസ്കംഫോർട്ടാണ് നല്ല രീതിയിൽ നമുക്ക് ആലോചിക്കാം. നോവലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നോവൽ ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് ആണ്. അപ്പോൾ അതിനൊരു വിവർത്തക വേണം. ആരാണ്? മൈക്കിൾ ഹച്ചിസൺ. ഇനി ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2019 കൊടുത്തിട്ടുള്ളത് ജോഗ അൽഹാർത്തിക്കാണ്. വിവർത്തക മാരിലിൻ ബൂത്താണ്. നോവൽ ഏതാണ്? സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. അതായത് നമ്മുടെ ലോകത്ത് ഒരുപാട് സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഓക്കെ, നമ്മുടെ ലോകത്ത്, ലോകം എന്ന് പറഞ്ഞാണ് ജോഗ, ജെ മാറി എൽ ഇട്ട് കഴിഞ്ഞാൽ ലോകയായില്ലേ. അപ്പോൾ ജോഗ അൽഹാർത്തി കിട്ടി. അതുപോലെ തന്നെ നോവൽ ഏതാണ്? കുറേ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. അപ്പോൾ സെലസ്റ്റിയൽ ബോഡീസ് കിട്ടി. വിവർത്തക പഠിച്ചു വയ്ക്കുക. ആരാണ്? മാരിലിൻ ബൂത്താണ്. വിവർത്തക ആരാണ്? മാരിലിൻ ബൂത്ത്. നെക്സ്റ്റ് നമുക്കൊരു ചോദ്യം നോക്കാം. ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2019 ആഘോഷിച്ചത്? ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2019 ആഘോഷിച്ചത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്കപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 72, 73, 74, 75. ആൻസർ വരുന്നത് 73 ആണ്. എങ്ങനെ നമുക്ക് ആൻസർ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചോ. 2019 എന്ന് പറയുമ്പോൾ 1ഉം 9ഉം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 10 കിട്ടില്ലേ. അതേപോലെ തന്നെ 7ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ 73ാമത്തെ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2020 എന്ന് പറയുമ്പോൾ 74 ആണ്. പക്ഷേ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് എന്തിനാ ഇങ്ങനെ ചെയ്യണേ, നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അതായത് 2019 മൈനസ് 1947 ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടില്ലേ എന്ന് നോക്കുക. പക്ഷേ അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ആൻസറിൻ്റെ ഒപ്പം ഒരു +1 കൂടെ ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ, പക്ഷേ ആൻസറിൻ്റെ ഒപ്പം +1 ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് വരും. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2019 ആഘോഷിച്ചത്? ഓപ്ഷൻസ് 69, 70, 71, 72. ആൻസർ വരുന്നത് 70 ആണ്. എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു ഇൻഡിപെൻഡൻസ് ഡേ എത്രാമത്തെ ആയിരുന്നു? 73ാമത്തെ ആയിരുന്നു. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ ചോദിക്കുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേയും തമ്മിലുള്ള എത്ര വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്? 3 വർഷമല്ലോ. ഒരെണ്ണം 1947ഉം ഒരെണ്ണം 1950 ആണ്. അപ്പോൾ ആ 3 വർഷം ഡിഫറൻസ് തന്നെ ഇവിടെയും വരും. അതായത് 73ന്ന് ഒരു 3 കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എത്ര കിട്ടും? 70 കിട്ടും. അപ്പോൾ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2019 ആഘോഷിച്ച്? 70ാമത്തെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ സെക്ഷൻസ് ആണ് കവർ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ഏതെങ്കിലും പോയിൻറ്റ്സുകൾ ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനും കൂടെ ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ബെറ്റർ കോഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.